just wanna see the light. ഹലോ ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് വളരെ എളുപ്പം പാവയ്ക്ക കൊണ്ടാട്ടം വീട്ടിലുണ്ടാക്കാം എന്നാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ഒരു പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, 2 പച്ചമുളക് കീറി അതും കൂടെ ചേർക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര്, പുളിയുള്ള 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അധികം പാവയ്ക്ക വേവിക്കാൻ പാടില്ല. 5 മിനിറ്റ് മാത്രം മതി. പാവയ്ക്ക ഒന്ന് സോഫ്റ്റായി മാത്രം കിട്ടിയാൽ മതി. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ വെള്ളമുണ്ട്, അത് കുറച്ചുകൂടെ വറ്റാനുണ്ട് വെള്ളം. ഇനി നമുക്ക് തുറന്ന് വെച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. 2 ദിവസം നല്ല വെയിൽ കൊള്ളുമ്പോൾ തന്നെ പാവയ്ക്ക നന്നായിട്ട് ഉണങ്ങി കിട്ടും. കണ്ടോ, ഇപ്പോൾ 2 ദിവസത്തിന് ശേഷമാണ്. 2 ദിവസത്തിന് ശേഷം പാവയ്ക്ക നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിനി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് വെച്ച് അടച്ചു വെച്ച് നമുക്ക് കുറേ നാൾ വരെ ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് വറുത്തെടുക്കാം. ഇതിനെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് പാവയ്ക്ക കൊണ്ടാട്ടം ഞാൻ വറുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കൊണ്ടാട്ടം ഇട്ട് കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ അതിനെ വറുത്തെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും പാവയ്ക്ക ഫ്രൈ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ പാവയ്ക്ക കൊണ്ടാട്ടം വറുത്തെടുക്കാൻ. ഇപ്പം എണ്ണ ചൂടായിട്ട് നമ്മൾ കൊണ്ടാട്ടം അതിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് വീർത്ത് നല്ല പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. കൊണ്ടാട്ടം നല്ല രസമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾ ചൂട് എണ്ണയിലേക്ക് ഇടുമ്പോൾ കണ്ടോ, പാവയ്ക്കൊക്കെ ഇങ്ങനെ പൊങ്ങി നല്ല വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് നല്ല കറക്റ്റ് പാകമാണ്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.